ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോഴേ അപ്പച്ചൻ ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ. എന്താ നോക്കിയപ്പോൾ നോക്കും മുടി വെട്ടിക്കൊണ്ടിരിക്കുക തന്നെ. നിങ്ങളൊക്കെ പണ്ടും ഇങ്ങനെയായിരുന്നു മുടിയൊക്കെ വെട്ടുന്നേ? പണ്ട് എങ്ങനെയായിരുന്നു അപ്പച്ചൻ നിങ്ങൾ മുടിയൊക്കെ വെട്ടുന്നേ? തന്നെ വെട്ടുമോ മുടിയൊക്കെ? പണ്ടത്തെ കാലത്ത് ഇതുപോലെ ബാർബർ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പണ്ടത്തെ കാലത്ത് എന്നെ അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ കൊണ്ടുപോയി അച്ഛൻ മുഖം പഠിക്കും. ചിലപ്പോ എന്റെ മുടി വെട്ടിക്കും. ഓ, നിങ്ങളൊക്കെ തന്നെയായിരുന്നു ചെയ്യുന്നല്ലേ? എന്തിനാ ഇങ്ങനെ തന്നെ വെട്ടുന്നത്? ബാർബർ ഷോപ്പിൽ പോയി വെട്ടരുതോ? അവര് നല്ലതായിട്ട് വെട്ടിത്തരും. ഞാൻ എത്ര വിളിച്ചാലും അപ്പച്ചൻ വരത്തില്ല ഗൈസ്. തന്നെ മുടി വെട്ടണം, തന്നെ മീശ വെട്ടണം, തന്നെ താടി പിടിക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപ്പച്ചന്മാരും ഇങ്ങനെയാണോ എന്ന് കമന്റ് ചെയ്യും. ചിലപ്പോ ഒക്കെ ഞാൻ നോക്കുമ്പോ നിഴലയിലൊക്കെ നോക്കും മുടി വെട്ടിയിട്ട്. എന്നിട്ട് നിഴലയിൽ നോക്കിയിട്ട് നിഴലയിൽ മുടി എങ്ങനെ നിക്കുന്നൊക്കെ നോക്കും. എന്നാ ഞാൻ തന്ന ചെറിയ കത്രിക ഉപയോഗിച്ച് വെട്ട്. ഇത്രയും വലിയ കത്രിക ഉപയോഗിച്ച് എന്ത് പാടാ? ചെറിയ കത്രിക കൊടുത്താൽ അതിട്ട് വെട്ടൂല. ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടാന്ന് പറഞ്ഞാൽ അതിനും വരൂല. എനിക്ക് പേടിയാവുന്നുണ്ട് ഇങ്ങനെ വെട്ടുന്ന കണ്ടിട്ട്. കേൾക്കുന്നുണ്ടോ? മതി ഒത്തിരി മുടിയായി. മതി ഇനി വെട്ടണ്ട. ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. നോക്കട്ടെ. അപ്പച്ച എല്ലാരും പറയുന്ന ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അപ്പച്ചൻ. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അപ്പച്ചൻ പൊതുവെ നമ്മളൊന്നും കഴിക്കുന്ന പോലെ അധികം ചോറും അങ്ങനെ ഒന്നും കഴിക്കത്തില്ല അല്ലേ അപ്പച്ച? എനിക്ക് ആവശ്യപ്പെടുന്നത് ഞാൻ കഴിക്കത്തുള്ളൂ. കണ്ടോ, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും പഠിച്ചു പഠിച്ചിട്ട് ഞാൻ തിന്നത്തുമില്ല. എനിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ പിടിക്കത്തില്ല. ഇത് മനസ്സിൽ പിടിക്കണ എനിക്ക് തോന്നുന്നു എൻ്റെ ഇഷ്ടം പോലെ കഴിക്കണം. ഓക്കേ, മതി ഇനി മറ്റേത് മാറ്റി ഈ കത്രിക എടുത്ത് ഞാൻ കളയും. മറ്റേ ചെറിയ കത്രിക ഇട്ട് വെട്ടിയാൽ മതി കേട്ടോ. ഓക്കേ, തരാ